ബോംബിംഗ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഇംഗ്ലീഷില്. ഉം. കേട്ടിട്ടുണ്ടോ? ഉം. അതായത് ഒരുപാട് സ്നേഹം ഒരുമിച്ച് തരിക. അപ്പൊ ഒരാൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ ലൈഫിൽ? ഇപ്പോഴും സ്നേഹജീവിയാ? നമ്മൾക്ക് സ്നേഹം വേണ്ടേ വിഷ്ണു? അങ്ങനെയല്ല. അപ്പൊ ചില ആൾക്കാർ ഒരാൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, ഭയങ്കരമായിട്ട് നന്നായിട്ട് അവരോട് പെരുമാറുമ്പോ അവരെ മനസ്സിലാക്കൂല, ഇങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് ഇവരെന്നോട് നന്നായി നിൽക്കുന്നുണ്ട്, അപ്പൊ ഞാൻ കുറച്ച് എന്റെ കൂടെയുള്ളവരൊക്കെ പറയും, ഞാൻ ആരെങ്കിലും പാവാന്ന് പറഞ്ഞാൽ അവര് 8ന്റെ പണി വന്നിട്ട് ചേച്ചിക്ക് പോളും. അപ്പൊ ഞാൻ ആരെങ്കിലും കുറിച്ച് എവിടെ ഇരിക്കുന്ന സാക്ഷികളൊക്കെ ഉണ്ട്, ഞാൻ ആരെങ്കിലും കുറിച്ച് പാവാണെന്ന് പറഞ്ഞു, ആ ചേച്ചിക്ക് ഇപ്പൊ കൊട്ടും പണി, ചേച്ചി ഒന്ന് നിർത്ത് ഇനിയെങ്കിലും ഒന്ന്. അത് പക്ഷെ എനിക്കറിയില്ല വിഷ്ണു, അതെന്താ അങ്ങനെയാന്ന്. കൂടെയുള്ളവർ ഉപദേശിക്കാറുണ്ട് ഇത്രയും നിഷ്കളങ്ക ആവണ്ട. നിഷ്കളങ്കയൊന്നും അല്ല ഞാൻ. ആ നിഷ്കളങ്കതയാണോന്നൊന്നും അറിയാൻ പാടില്ല, പക്ഷെ അങ്ങനെ ആർക്കും ദോഷം ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ. ഈവൻ അത് ചിലപ്പോ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ്. അവരെയും അച്ഛനൊക്കെ ഭയങ്കര സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ, അമ്മയും ആരെന്ത് പറഞ്ഞാലും അവർക്ക് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മണ്ടന്മാരാണെന്ന് പറയും അച്ഛൻ അമ്മയൊക്കെ. അപ്പം അതായിരിക്കാം ചിലപ്പോ. എത്ര നമ്മൾ ഇപ്പൊ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ മറന്നു പോകും വിഷ്ണു. ഓ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ മറക്കും, ലിറ്ററലി ഞാൻ മറക്കും. എനിക്ക് വേദനയുള്ള, അത് എൻ്റെ ബ്രെയിൻ സിസ്റ്റം അങ്ങനെ യൂസ്ഡ് ആയതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു പോയിന്റ് ചെയ്യുമ്പോൾ ആ ആളെയും അതൊക്കെ ഇപ്പൊ എന്നെ വിഷ്ണു ഒന്ന് 2 അടി തന്നിട്ട് പോയിന്ന് വെച്ചാൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വിഷ്ണു ഹലോ അമൃത സുഖാണോന്ന് വെച്ചാൽ പിന്നെ വിഷ്ണു സുഖാണോ, ഞാൻ മറന്നുണ്ടാവും വിഷ്ണു. ഇങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്കുണ്ട്. അതൊരു നല്ല ക്വാളിറ്റി ഒന്നും അല്ലല്ലോ. അത് ചില സമയത്ത് നല്ല ക്വാളിറ്റിയാണ്, അതായത് ക്വാളിറ്റി അല്ല, നമുക്ക് അനുഗ്രഹമാണ്. ഏതർത്ഥത്തില്? അതെ, നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ശരിയാണ്, ദേഷ്യം നമ്മളെയും മോശമാക്കുന്നുണ്ടല്ലോ. ശരിയാ. നമുക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല, ബിന്ദാസായിട്ട് അങ്ങനെ പോകും മുമ്പോട്ട്. പക്ഷെ ആ സമയത്ത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ എന്റെ ബ്രെയിൻ കട്ട് ചെയ്ത് കളയും കുറെ കാര്യങ്ങൾ. അത് ഞാൻ അങ്ങനെ, എന്റെ ബോഡി അങ്ങനെയാണ് തോന്നുന്നു. അങ്ങനെ ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, അയാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നു, അയാൾക്കും നേരത്തെ ഞാൻ പറഞ്ഞ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞ പോലെ അയാൾക്ക് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് കെയർ ഉണ്ട് അമൃത. അതായത് ഒരാൾ ഒരാളുടെ അമ്മ മരണപ്പെട്ടപ്പോൾ അവരോടുള്ള എല്ലാ സ്നേഹവും ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഹാർട്ട് വാമിംഗ് ആയിട്ട് തോന്നി. അതായത് രണ്ടുപേര് പിരിഞ്ഞു പോയാലും അവരുടെ ഇടയിൽ കൊടുക്കുന്ന മ്യൂച്വൽ ബഹുമാനം, ഊഷ്മളത, അതൊരു മാതൃകയാണ്, അതൊരു നല്ല മാതൃകയാണ്. കൺഗ്രാജുലേഷൻസ്. എനിക്കതൊന്ന് പറയണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് അന്ന് ഏത് സമയത്താണ് ഒരു ഡിസിഷൻ എടുത്തത്, അന്ന് നമ്മൾ 100% ഇഷ്ടത്തോടെ ചെയ്തൊരു ഡിസിഷൻ ആയിരുന്നു. അന്ന് അവരുടെ അമ്മ എൻ്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞോണ്ടിരുന്നല്ലേ, അതൊരു കാലം കഴിയുമ്പോഴത്തേക്കും നീ പോടാ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അത് ശരിയല്ലല്ലോ. അപ്പോ അന്ന് എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ളൊരു ഇമോഷൻ ആയിരുന്നു, അത് അവിടെ നിൽക്കുന്നുണ്ട്, അതിപ്പോഴും അവിടെ ഉണ്ടാവും. അത് അങ്ങനെ അദ്ദേഹം അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് തരുന്ന ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പുള്ളിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളും ഈ പറഞ്ഞ മാതിരി ഒരുപാട് നന്നായി വരണം എന്ന് ആഗ്രഹിച്ചാണ്. കാരണം എൻ്റെ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ അടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ ആളും ഞങ്ങൾ രണ്ടുപേർക്കും മ്യൂസിക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് നന്നായി പോകണമെന്ന് 100% ആഗ്രഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒരു പോയിന്റ് കുറച്ചങ്ങ് കഴിഞ്ഞ് വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മളങ്ങനെ പോസ്റ്റ് ഒന്നും ഇടൂലല്ലോ അത്രയും വിശ്വസിച്ച്. കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ നമ്മൾ കുറേ വർഷത്തിന്റെ ഒരു എന്താ പറയാ വേദനയും ഡിസ്റെസ്പെക്റ്റും ഒരുപാട് എന്താ പറയാ ഉപദ്രവങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അതെനിക്കൊരു വലിയ കാര്യമായിരുന്നു. അത് അന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം ടാലന്റിനേക്കാൾ കൂടുതൽ ആ സമയത്ത് ആ ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഒരു മകനായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ നമ്മള് മുമ്പോട്ട് വന്ന സമയത്ത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അതായത് അത് പറയാന്ന് വെച്ചാൽ
ഇത് അദ്ദേഹത്തിന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടേക്ക് സൂം ചെയ്യാണ്, അതായത് ബോഡിയിലേക്ക് സൂം ചെയ്യാണ്. അപ്പോൾ ഗോപി സുന്ദർ സാർ വന്നിട്ട് പറഞ്ഞു ഒന്ന് ആ മാറി നിൽക്ക്." സമയത്തൊക്കെ ശരിക്കും എന്താ പറയാ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു വ്യക്തി ചിലപ്പോൾ എൻ്റെ ലൈഫിൽ വന്നത് അച്ഛന് ചിലപ്പോൾ ഒരു മരുമകൻ കർമ്മങ്ങൾ ചെയ്യാനും കൊള്ളി വെക്കാനും ഒക്കെ യോഗ ഉണ്ടായിരുന്നുണ്ടാവും. ആ ഒരു വർഷത്തിന് വേണ്ടി മാത്രം അദ്ദേഹം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് പോയാൽ അത് ഇപ്പോൾ ഉള്ളൊരു സ്നേഹവും ബഹുമാനവും ഇല്ലാണ്ടാവുന്നു. പിന്നെ അത് ചീഞ്ഞ് അടിയായി എന്തിനാ അങ്ങനെ പോണേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ഒരു തീരുമാനമാണ്, വേണ്ട. ഇപ്പോഴും വൺസ് ഇൻ എ വൈൽ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ ദേഷ്യമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഒരു നമ്മൾ അവസാനിപ്പിച്ച ഒരു വികാരം വീണ്ടും നമ്മളത് കുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതവിടെ വെച്ച് അതവിടെ കഴിഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് അതേ വാമത്തോട് കൂടി തന്നെ ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. പക്ഷെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ മെസ്സേജ് ചെയ്യും. അങ്ങനെ ക്രിസ്മസ്, ന്യൂ ഇയർ, ബർത്ത്ഡേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ, അത്രേ ഉള്ളൂ. ഏത് സ്ത്രീ എളുപ്പത്തിൽ ദുർനടപ്പുകാരിയാക്കാൻ പറ്റുന്ന ഒരു 2 അക്ഷര വാക്കുണ്ട് മലയാളത്തിൽ, പിഴ എന്നുള്ളത്. പക്ഷെ അത് ജഡ്ജ് ചെയ്യാൻ മാത്രം ചുറ്റുമുള്ളവരായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരാളെ അറിയാം, അയാളുടെ കഥ അറിഞ്ഞോളണം നിർബന്ധമില്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ചുറ്റുമുണ്ട്. പിഴ എന്നുള്ളൊരു ആൽബം ഇറക്കുന്നു, ഒരു സ്ത്രീ പിഴ എന്നുള്ളൊരു ആൽബം, അതും ഒരു ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ ഇറക്കുന്നതിന്റെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ഇപ്പം വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കുറേ പോസ്റ്റുകൾ ഇടും, സ്ത്രീകൾക്ക് കുറേ പൂക്കളൊക്കെ കൊണ്ടു കൊടുക്കും, ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു കൊടുക്കും, ഇതാണല്ലോ. പക്ഷെ 5-6 കൈയുള്ള അമ്മയുടെ ഫോട്ടോ അതൊക്കെ നമ്മളൊരു നിമിഷം ഓർക്കാണ്. പക്ഷെ ഈ ആക്ച്വലി സ്ത്രീകള് കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശ്രീരാമന്റെ കാലഘട്ടത്ത് തുടങ്ങി. ഇപ്പം സീതാദേവി ലങ്കയിൽ നിന്ന് വന്ന സമയത്ത് വരെ ഇവര് മോശപ്പെട്ട സ്ത്രീയാണെന്ന് പറഞ്ഞ് അവർ ഭൂമിയിൽ ഉള്ളിലോട്ട് പോയ ആ സമയം തുടങ്ങി ഇപ്പൊ വരെയുണ്ട്. പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും തെറ്റ്, എന്ത് ചെയ്തില്ലെങ്കിലും തെറ്റ്, കുട്ടി ഉണ്ടായാൽ തെറ്റ്, കുട്ടി ഉണ്ടായില്ലെങ്കിലും അത് അവളുടെ തെറ്റാണ്. ഇനി കുട്ടിയെ വളർത്തി വലുതാക്കിയാലോ അതും അവളുടെ തെറ്റാണ്. അവൾ എന്തെങ്കിലും പറഞ്ഞാലോ അതും തെറ്റാണ്. പറഞ്ഞില്ലെങ്കിലോ അവളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. സോ ഇത് ഈ ഒരു കോൺസെപ്റ്റ് അല്ല, ഇത് എൻ്റെ ലൈഫിൽ ഞാൻ കുറേ വർഷങ്ങളോ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പം ഒരു പോയിന്റിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വരും എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഈ ഒരു സംഭവം തന്നെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അത് സൊസൈറ്റിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം സ്ത്രീകൾ ഫ്രണ്ട് സീറ്റിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും ഒരു സ്ത്രീ അവളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവൾ ജഡ്ജ്ഡാണ്. അത് ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിത് ഇന്ന് എഴുതിയ പാട്ടൊന്നുമല്ല, ഇത് കുറച്ച് വളരെ വൈകാരികമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അതായത് തെറ്റുകൾ ചെയ്യാത്തായിട്ട് ആരാളുള്ളത്. അപ്പം ഞാനിനി ഇത് ചെയ്താലും തെറ്റാണ്, ശരി എന്നാൽ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം ചെയ്താൽ അതും തെറ്റാ, കുട്ടി ഉണ്ടെങ്കിലും തെറ്റാ, കുട്ടി ഇല്ലെങ്കിൽ. സോ ഇതൊക്കെ എൻ്റെ അടുത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറേ വരികളാണത്. അതെല്ലാം കൂടെ ഞാൻ ഒരു പാട്ടാക്കി എന്നുള്ളതേ ഉള്ളൂ, കൈൻഡ് ഓഫ്. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇത് റിലീസ് ചെയ്യണ്ട, എന്തിനാ വെറുതെ, അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാനത് മാറ്റി വെച്ചൊരു സംഭവമാണ്. പിന്നെ ഞാൻ എൻ്റെ ചുമ്മാ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാനിത് ബ്ലൂടൂത്തിൽ ചുമ്മാ ഒരു സാധനം കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് കേൾപ്പിച്ചപ്പം പല സ്ത്രീകൾക്കും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തു. ഇൻഫാക്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കണ്ണ് നിറഞ്ഞു വരികൾ കേട്ടിട്ട്. കാരണം അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ സീനിൽ ഞാൻ ചിലപ്പോൾ എന്നെ മീഡിയയിൽ അറിയുന്നതായതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ പോലെ അല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്, അത് ഏത് ഇൻഡസ്ട്രിയിലും ഉള്ളതുണ്ട്. അവരെന്ത് ചെയ്താലും തെറ്റാണ്. അപ്പം അത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണത്.